ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിൽ പ്രവർത്തിക്കുന്ന കബനി ബ്ലൂ മെറ്റൽസ് കരിങ്കൽ ക്വാറിക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിൽ പ്രവർത്തിക്കുന്ന കബനി ബ്ലൂ മെറ്റൽസ് കരിങ്കൽ ക്വാറിക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇതോടെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 40 ദിവസത്തിനുള്ളിൽ ക്വാറിയിൽ അപകടകരമായി നിൽക്കുന്ന മുഴുവൻ കല്ലുകളും നീക്കം ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം തുടർ പരിശോധനയ്ക്ക് പഞ്ചായത്ത്, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ഉണ്ടാകണമെന്നും ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ തീരുമാനിക്കാമെന്നുമാണ് ഉത്തരവിൽ പറയുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അവരുടെ എല്ലാം നേതൃത്വത്തിൽ അന്ന് തന്നെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു പഞ്ചായത്ത് മീറ്റിംഗ് വെച്ച്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന കല്ല് പൊട്ടിച്ച് മാറ്റുന്നതിന് നിർദ്ദേശം കൊടുത്തു. അതിന് ശേഷം പിറ്റേ ദിവസം ഇന്നലെ 25-ാം തീയതി ഇന്നലെ കളക്ടറേറ്റിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയുണ്ടായി. ഇനി ഒരു മാസത്തിനുള്ളിൽ അപകടകരമായി നിൽക്കുന്ന കല്ലുകൾ അവർ തന്നെ പൊട്ടിച്ച് മാറ്റി അതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയും തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയോ എന്നുള്ളതിന് ഒരു സമിതിയെ അന്വേഷണത്തിന് വെച്ചുകൊണ്ട് ആ സമിതിയിൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള അംഗങ്ങളും ആ പ്രദേശത്തുള്ള ജനങ്ങളെ കൂടി കൂട്ടി ഒരു സമിതി ഉണ്ടാക്കി അതിൻ്റെ അന്വേഷണം നടത്തുവാനുമായിട്ട് തീരുമാനിക്കുകയോ. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ അതിൻ്റെ നിയമോപദേശം നേടിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ അതിന് സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്ത് ഭരണസമിതി ആദ്യം തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ രേഖാമൂലം നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ, അതേപോലെ ജിയോളജി വകുപ്പ്, മൈനിങ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 7ഓളം വകുപ്പുകളിൽ അവർ കൊടുത്ത അനുമതി റദ്ദാക്കണമെന്നും അതുമാത്രമല്ല മുമ്പോട്ടുള്ള തുടർ പരിശോധനയിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ആ പ്രദേശത്തെ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തുടർ പരിശോധന നടത്താവുള്ളൊരു നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SHക്ക് മുമ്പാകെ ക്വാറിയുടെ ഭീകരാവസ്ഥ സംബന്ധിച്ചും ഈ നാട്ടിലെ PW റോഡിൻ്റെ സംരക്ഷക എന്ന നിലയിൽ അതിൻ്റെ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയും SH മുമ്പാകെ കേസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇപ്പോൾ ക്വാറി ഉടമസ്ഥർക്കെതിരെ FIR ഇട്ട് കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറിക്കെതിരെയുള്ള പഞ്ചായത്തിൻ്റെ നിലപാടുകൾ എന്നും ജനങ്ങൾക്ക് ഒപ്പമുള്ളതായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പൊതുമുതൽ നശിപ്പിച്ചതിനും സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിനും ക്വാറി ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്നും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KD പ്രവീൺ, ലളിത ബാബു എന്നിവർ പറഞ്ഞു. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ, ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ്, 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ